നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോക രക്തദാതാക്കളുടെ ദിനത്തിൽ കൊയിലോൺ മല്ലു സോൾജേഴ്സിന്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ബറ്റാലിയൻ CO NCC 9 കേണൽ അമിതേഷ് വർമ്മ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. KGMOA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വാസുദേവൻ അധ്യക്ഷസ്ഥാനം നിർവഹിക്കുകയും ചെയ്തു. RMO ഡോക്ടർ നാഗ് സജീവ്, നഴ്സിംഗ് സൂപ്രണ്ട് വിജിമോൾ TK, LT കേണൽ വിനോദ് കുമാർ, അനീഷ് ഫിലിപ്പ്, രാജേഷ്, പത്മകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സാന്ദ്ര സജി, ഹേമ ബിന്ദു, അഞ്ജു K ദാസ്, അർച്ചന എന്നിവർ രക്തദാന ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് നമ്മുടെ എത്രയും ബഹുമാന്യനായ വാസുദേവൻ ഡോക്ടറാണ്. സാറിന്റെ സർജനാണ്. സാറിനെ ഈ യോഗത്തിലേക്ക് എല്ലാവരും സ്വാഗതം. ഏറ്റവും നമ്മുടെ പ്രിയങ്കരനായ ആരംഭമുണ്ട്. പ്രത്യേകമായിട്ട് സ്പെഷ്യൽ സ്പീച്ചിന് വേണ്ടിയിട്ട് സാറിനെ പ്രത്യേകം ഡോക്ടർ നാഗ് സജീവ് സാറിനെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കും. നേഴ്സിംഗ് സൂപ്രണ്ടുണ്ട്, മാഡത്തെയും കൂടാതെ NCCയുടെ ഓഫീസേഴ്സായ എല്ലാവരെയും, പിന്നെ മല്ലു സോൾജേഴ്സിന്റെ അനീഷ് ഫിലിപ്പ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് വളരെ സ്വാഗതം ചെയ്യുന്നു. ഒരു ആക്സിഡന്റ് ആക്കാം, ആരുമാകാം. ചിലപ്പോൾ ഞാനാകാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരാകാം, ഈ ഇരിക്കുന്ന ആരുമാകാം, അല്ലെങ്കിൽ നമ്മൾ ആരും അറിയാത്ത ആരെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ ഒരു യൂണിറ്റ് ബ്ലഡ്, നമ്മുടെ ടീച്ചർ പറഞ്ഞതുപോലെ ഇപ്പോഴേ രക്തത്തിൻ്റെ ഒരു ഘടകം പോലും പാഴാക്കി കളയില്ല. ഒരു യൂണിറ്റ് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സ് വേണ്ടുന്നവർക്ക്, അത് പ്ലാസ്മ വേണ്ടുന്നവർക്ക്, ആർമിഷ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് മിനിമം ഒരു 4 പേർക്കായിട്ടാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ഒരു സോണായ ഈ കൊട്ടാരക്കരയ്ക്ക് അടുക്ക് കൊണ്ടുവരുമ്പോൾ രക്തമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകേണ്ടതില്ല. അതായത് ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകില്ല. അതിനു വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചിരുന്ന നമ്മുടെ ഓഫീസേഴ്സാണ് കൊല്ലം മല്ലു സോൾജേഴ്സ്. നമുക്ക് നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കാം. ഇത്രയും രക്തദാനത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഓഫീസേഴ്സ് പറയും. നമ്മുടെ അമിതേഷ് സാറ് പഞ്ചാബിൽ നിന്നുള്ള ഓഫീസർ ആണ്. നമ്മുടെ കേരള NCC ബറ്റാലിയൻ്റെ ചീഫാണ്. അദ്ദേഹം ഈ പ്രത്യേക ദിനത്തിലൂടെ എത്താമെന്ന് അറിയിക്കുകയും കൃത്യസമയത്ത് എത്തുകയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഓഫീസേഴ്സുമായിട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ നടപടിയിൽ പങ്കാളിയാകാൻ വേണ്ടി, ഭാഗമാകാൻ വേണ്ടി വന്ന ഈ ഓഫീസറോടും അദ്ദേഹത്തിൻ്റെ ടീമിനോടും പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. First of all, I'd like to congratulate. I'll speak in English. I hope don't mind. I'd like to congratulate everybody for organizing this such a important camp. Blood donation is the most important noble work and one of the most rarest form of donation what contribute to the society, and especially the rare blood groups. What doctors will say that all basically AB negative, O negative is the rarest, and we should have a record, and they should make an endeavor to donate blood regularly, irrespective of waiting for these camps. Because these are the life-saving activities where any critical accident or anybody requiring the blood transfusion, we can save lives. That's a very noble gesture. I'm very happy to participate and be part of this. Thank you. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ്. അത് ജൂൺ 14 എന്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തെന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയാമോ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാമെന്ന് മല്ലു ഡോണേഴ്സിന് ആർക്കെങ്കിലും അറിയാമോ? എന്തുകൊണ്ട് ഈ ദിവസം ഈ ബ്ലഡ് ഡൊണേഷൻ ഡേ ആയെന്ന് ഞാൻ ഇന്ന് രാവിലെ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചാണ്, അല്ലാണ്ട് നേരത്തെ അറിയാവുന്നതൊന്നുമല്ല. ഒരു ഓസ്ട്രിയൻ ബയോളജിസ്റ്റ്, ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിന്റെ പേര് വായിക്കൊള്ളാത്തൊരു പേരാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ദിവസം ബ്ലഡ് ഡൊണേഷൻ ഡേ. കാരണം ഹി ഈസ് കൺസിഡർഡ് ദ ഫാദർ ഓഫ് മോഡേൺ ടെക്നിക്സ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അദ്ദേഹമാണ് ഈ മോഡേൺ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടെക്നിക്സ് ഡിസൈൻ ചെയ്തെടുത്ത ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം ആയതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഈ ബ്ലഡ് ഡൊണേഷൻ ഡേ ആയിട്ട് നമ്മളെല്ലാവരും ആചരിക്കുന്നത്. അതിന്റെ 20ാം വാർഷികമാണ്. 20 വർഷമായി ഈ ദിവസം നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് 2024 ബ്ലഡ് ഡൊണേഷന്റെ തീം എന്ന് പറയുന്നത് താങ്കിങ് ദ ബ്ലഡ് ഡോണേഴ്സ് എന്നാണ്. ഇത്രയും നാളും ഇങ്ങനെ രക്തദാന മഹാദാനം എന്നാണ് പറയുന്നത്. രക്തം ദാനം ചെയ്ത് മറ്റൊരു ജീവൻ നിലനിർത്താൻ സഹായിച്ച ആ രക്തദാനം ചെയ്തവർക്ക് വേണ്ടിയുള്ള ഒരു നന്ദി സൂചകമായ ഒരു സ്ലോഗനാണ് ഈ വർഷത്തെ
ബ്ലഡ് ഡൊണേഷൻ 2024 ടീം. അപ്പോൾ ബ്ലഡ് ഡൊണേഷനെ പറ്റി ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം A, B, O അങ്ങനെ പലവിധം ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഏറ്റവും റയർ ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് AB നെഗറ്റീവ് ഗ്രൂപ്പാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും റയർ ആയിട്ടുള്ള ഗ്രൂപ്പ് A നെഗറ്റീവ് ആണ്. ഞാൻ അതിന്റെ ഉടമസ്ഥനാണ്. A നെഗറ്റീവ് ഗ്രൂപ്പാണ്. പണ്ട് MBBS പഠിക്കുന്ന സമയത്ത് ഡെങ്കി പിടിച്ച് എന്റെ പ്ലേറ്റ്ലെറ്റ് 9,000-ന് താഴെ പോയി. നമുക്ക് വേണ്ടത് 1.5 ലക്ഷമാണ് മിനിമം. അന്ന് എന്റെ കൂട്ടുകാർ ഈ നെഗറ്റീവ് A നെഗറ്റീവിന് വേണ്ടി ഓടിയ ഓട്ടം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ വളരെ റെയറായിട്ടുള്ള ഗ്രൂപ്പ് ബ്ലഡ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ഡോക്ടറായതുകൊണ്ട് എനിക്കും അറിയാം ഈ ബ്ലഡിന്റെ ആവശ്യം എത്രത്തോളം വരുമെന്ന്. കൂടുതലും പ്രായമായ രോഗികളാണ്. ഞാൻ ഓർത്തോപീഷ്യനാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി വരുന്നത്. അവർക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമ്പോൾ ആവശ്യം വരുന്ന ഈ ബ്ലഡിന്റെ ആവശ്യകത നല്ലപോലെ അറിയുന്നതും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറായിട്ട് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പേഴ്സണലായിട്ട് എന്റെ ഭാഗത്തുനിന്ന് ഒരു നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അതിർത്തി കാക്കുന്ന സോൾജേഴ്സ് ആണ്. അവരുടെ രക്തത്തിൽ നമ്മുടെ ദേശത്തിനോടുള്ള ആ ഒരു പേട്രിയോട്ടിസം കലർന്ന ഒരു രക്തമാണ്. ഇവരുടെ രക്തം കിട്ടുന്ന ആൾക്കാർക്കും അതേ പേട്രിയോട്ടിസം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിവാദമായ രക്തദാനത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള കൊയിലോൺ മല്ലു സോൾജേഴ്സിന്റെയും അതിനോടൊപ്പം തന്നെ രക്തദാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഓരോ വ്യക്തികളുടെയും ആത്മധൈര്യത്തിന് വേണ്ടിയാണ് ആക്ച്വലി ഈ ക്യാമ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. രക്തദാനത്തെ കുറിച്ച് കൂടുതൽ വാചാലാവേണ്ട ആവശ്യമില്ല. രക്തദാനം മഹത്തായ ഒരു ധർമ്മമാണ്. ആ ധർമ്മം നമ്മൾ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. ഇതിൽ പട്ടാളക്കാർ, സർവീസ് കഴിഞ്ഞു വന്നവരും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സൈനികരാണ് ഇവിടെ ഇന്ന് ഈ ഉദാത്തമായ കർമ്മത്തിന് വിരലായി മുന്നോട്ട് വന്നത്. പിന്നീട് ഓരോ കാര്യത്തിലും ഇത് മാത്രമല്ല, നമ്മുടെ ഓരോ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസിനകത്ത് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പട്ടാളക്കാരുടെ ഒരു ഭാഗം മാത്രമാണ് ഈ രക്തദാനം എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ നാഷണൽ കലാമിറ്റീസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പട്ടാളക്കാർ അവർ വന്ന് ഓരോരോ കാര്യത്തിലും ഇടപെടാറുണ്ട്. അത് സർവീസ് കഴിഞ്ഞവരും സർവീസ് ഇരിക്കുന്നവരുമായ ആൾക്കാർ പല കാര്യത്തിലും ഇടപെടാറുണ്ട്. അത് കൂടാതെ തന്നെ ഈ കൊല്ലം മല്ലു സോൾജേഴ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, അവർ ഏതെങ്കിലും മരണപ്പെട്ട യുദ്ധത്തിലോ അല്ലെങ്കിൽ സാധാരണ അപകടങ്ങളിലോ മരണപ്പെടുന്ന ഏത് പട്ടാളക്കാരുടെയും വീടുകളിലും അവർ അവരുടെ വീട്ടിൽ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കാറുണ്ട്. അത് വളരെയധികം നല്ലൊരു ഉദാത്തമായ ഒരു ധർമ്മമാണ്. അപ്പോൾ ഞാൻ ഈ കൊട്ടാരക്കരയിലെ ഈ രക്തദാന ക്യാമ്പിലേക്ക് നയൻകേരള വരാനെ ക്ഷണിച്ച കൊല്ലം മല്ലു സോൾജേഴ്സിനും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി അധികൃതർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ധന്യവാദം. രക്തദാനം മഹാദാനം എന്നാണല്ലോ പറയുന്നത്. മഹത്തായ ഒരു പരിപാടിയാണ്. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് രക്തം ശേഖരിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് എമർജൻസി ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ജീവൻ രക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ എല്ലാ സംഘാടകർക്കും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇതിന് തയ്യാറായി വന്നവരെ നന്ദി അറിയിക്കുന്നു. കൊല്ലം മല്ലു സോൾജേഴ്സിന്റെ 10ാമത് മാസമായിട്ടുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് നടക്കുന്നത്. സൈമൾട്ടേനിയസ്ലി കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും കൊല്ലം മല്ലു സോൾജേഴ്സിന്റെ ബ്ലഡ് ഡൊണേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് ഡൊണേഷൻ മാത്രമല്ല, ബ്ലഡ് ഡൊണേഷൻ നമ്മുടെ സംഘടന രൂപം കൊണ്ട സമയം മുതൽ നടത്തിക്കൊണ്ട് വരികയാണ്. സംഘടന അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, പുനലൂർ താലൂക്ക് ആശുപത്രി, കൊട്ടാരക്കര, IMA എന്നിവിടങ്ങളിലെല്ലാം സ്ഥിരമായി ക്യാമ്പുകളും അതോടൊപ്പം ബ്ലഡ് റിക്വയർമെന്റുകൾ ഹോസ്പിറ്റലിൽ നിന്ന് അറിയിക്കുന്നതനുസരിച്ച് അറേഞ്ച്മെന്റ്സും അതോടൊപ്പം പേഷ്യൻസ് റിക്വയർമെന്റ്സുകൾ വരുന്നതനുസരിച്ച് സംഘടന അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിലും ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് ഉള്ള ചിന്തകളാണ് ഓർഗൻ ഡൊണേഷൻസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മെമ്പേഴ്സിനെ ബോധവൽക്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സംഘടന കടന്നിരിക്കുകയാണ്. ഈ സമയത്ത് വളരെ ലേറ്റായി കൂടുതലൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇങ്ങനെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇവിടെ നടത്താൻ ഞങ്ങൾക്ക് അവസരമൊരുക്കി തന്ന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ എല്ലാ സ്റ്റാഫുകളോടും ഒപ്പം ഇന്നത്തെ പരിപാടി ഇവിടെ വന്ന് ധന്യമാക്കിയ ബഹുമാനപ്പെട്ട CSO, AO, SM,
ആശുപത്രിയുടെ സ്റ്റാഫുകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൊയിലോൺ മല്ലൂർ സോൾജേഴ്സിന്റെ പേരിലുള്ള വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇന്നത്തെ ചീഫ് ഗസ്റ്റായ അമരീഷ് വർമ്മ സാഹിബിന് കൊയിലോൺ മല്ലൂർ സോൾജേഴ്സിന്റെ പേരിലുള്ള ഈ ഉപഹാരം കൈമാറാനായി നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷനെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിവിടെ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് നമ്മുടെ ന്യായപ്പെട്ടതിൻ്റെ കല്ലൂർ സാഹിബിനെയും അതിന് കൂടെ വന്ന എല്ലാ ഓഫീസേഴ്സിനും അതുപോലെ മല്ലൂർ സർവീസിൻ്റെ എല്ലാ സ്റ്റാഫുകൾക്കും എൻ്റെയും നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ പേരിലും എല്ലാവർക്കും ആശംസ അറിയിക്കുകയാണ്. ഈ ഒരു രക്തദാന ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് നമ്മളെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് രക്തം ആവശ്യമാണ്. ആർക്കും എപ്പോഴും എന്ത് സംഭവിക്കാം. അപ്പോൾ നമ്മൾ രക്തം കൊടുക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ആരും മടിച്ചു നിൽക്കേണ്ട, എല്ലാവരും മുന്നോട്ട് വരിക. അവരവരുടെ ഇഷ്ടമായ രീതിയിൽ അവർക്ക് സ്വന്തമായിട്ട് രക്തം കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും മടിച്ചു നിൽക്കേണ്ട. അപ്പോൾ അതിൽ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു രക്തദാന ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാവരും മുന്നോട്ട് വരിക. ഈ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ എല്ലാവരുടെയും ഞാൻ എൻ്റെ ആശംസയും എന്നെയും എൻ്റെ ഈ ഹോസ്പിറ്റലിൻ്റെയും പേരിൽ ഞാൻ ആശംസ അർപ്പിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേണൽ സാറ് ദിനോന്നൻ എൻ്റെ നാട്ടുകാരനാണ്. പിന്നെ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മല്ലൂർ സോൾജേഴ്സിൻ്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇവിടെ ഡോക്ടർ ആർമോയും വാസുദേവൻ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ രക്തദാനം മഹാദാനം എന്നതുപരി ഇന്നത്തെ രക്തദാതാക്കൾക്ക് നന്ദി എന്ന മുദ്രാവാക്യത്തോടെയാണ് ഇന്ന് ബ്ലഡ് ഡൊണേഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്ര വർഷക്കാലം രക്തം ദാനം ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനായി മനസ്സ് കാണിച്ചിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും ആശംസയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ പേരിലുള്ള നന്ദിയും അറിയിക്കുന്നു. പിന്നെ ലോകത്തുള്ള എല്ലാ ബ്ലഡ് ബാങ്കിലും സ്മൂത്തായിട്ടും ആശുപത്രിയിൽ എമർജൻസി സിറ്റുവേഷനിലൊക്കെ പോകുന്നത് ഓരോ ഡോണേഴ്സ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ലോകത്ത് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡോണേഴ്സിനും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ഞങ്ങളുടെ പ്രോഗ്രാം ഇത്രത്തോളം മനോഹരമാക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ച ഓരോ സ്റ്റാഫുകൾക്കും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ബ്ലഡ് ബാങ്കിന്റെ പേരിലും അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു.